അൽത്താഫേ എടാ ഒരു ടേണിംഗ് പോയിന്റ് ഇന്റർവ്യൂ വേണം. ബാലാജി ശർമ്മ എന്ന നടൻ ഒരു സീൻ കാണിച്ച് നമ്മളെ ബോധിപ്പിക്കേണ്ടതില്ല നിങ്ങൾ എത്ര നല്ല ആക്ടറാണ്. സെലിബ്രിറ്റി ഇമേജിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ജീവിച്ചിട്ടില്ല. ഈ പ്രൊഫഷനേ എന്ന് പറഞ്ഞ് കുടുംബം മറന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്കത് പറ്റില്ല. നെഗറ്റീവ് റെസ്പോൺസ് വരുമ്പോൾ സാർ പ്രതികരിക്കാറുണ്ട്. അത് ജസ്റ്റ് തള്ളിക്കളയുക, ഇഗ്നോറാണ് ഏറ്റവും വലിയ. ഇപ്പോൾ എനിക്ക് മമ്മൂക്കയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് വേറൊരാൾക്ക് കിട്ടുന്ന ഒരു ഇത് കിട്ടണം, ഫെസിലിറ്റി കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നതിന് മണ്ടത്തിനാണ്. ഈ IFFKയിൽ എനിക്കൊരു സിനിമ നമ്മുടെ വരിക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഒഴിമുറി കണ്ടിട്ട് തന്നെയാണ് എന്നിലെ ആക്ടറെ സിനിമയിലെ വലിയ വലിയ സംവിധായകർ അവരുടെ സിനിമയിൽ ക്ഷണിച്ചിട്ടുണ്ട്. സിനിമയിലേക്ക് ഏത് രീതിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കടന്നു വരാം? ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം. അപ്പം നമുക്ക് അഭിനയം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് ദേഷ്യം ഇന്ന് കാണിക്കാൻ പറ്റുമോ? ഒരു ഷോർട്ട് ഫിലിം എടുത്തു കഴിഞ്ഞാൽ അത് ഹിറ്റായി കഴിഞ്ഞാൽ സിനിമയിലാണ്. നിങ്ങളെടുത്ത കുറേ സിനിമകളെടുത്ത് നോക്കിയോ, അത് റീൽസിലൂടെ അവരുടെ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. ഇന്നാണ് സിനിമയിൽ വരാൻ ഏറ്റവും എളുപ്പം. 23 വർഷം കൊണ്ട് നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം നമ്മളിപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്, നമ്മളിപ്പോഴും ജീവിക്കുന്നു. ഞാനൊരു കാര്യം മാത്രം മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ സിനിമകളിൽ ആരുടെയും കണ്ണീര് വിടാൻ പാടില്ല. നമ്മൾ നോർമലി കാണുന്ന ഈ ഒരു 9 to 5 ജോബ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും ബാലൻസ് ഉണ്ടെന്ന്. പക്ഷേ ഈ ഒരു ടെലിവിഷൻ ഫീൽഡ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ റുട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരു ഫിക്സഡ് ടൈം ഒന്നുമില്ല വർക്കിന്. അതിൻ്റെ ഇടയിൽ സാർ എങ്ങനെയാണ് ഫാമിലിക്ക് ടൈം കണ്ടുപിടിക്കുന്നത്? പേഴ്സണൽ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിനിപ്പം ഞാൻ മമ്മൂക്കയെ പോലെയോ ലാലേട്ടനെ പോലെയോ പൃഥ്വിരാജിനെ പോലെയോ ദിലീപേട്ടനെ പോലെയോ ദുൽഖർ സൽമാനെ പോലെയോ നിവിൻ പോളിയെ പോലെയോ അത്രയ്ക്ക് ബിസിയൊന്നും അല്ല. ഇറ്റ് ക്യാൻ ബി ഈസിലി മാനേജബിൾ. നമ്മൾ അത്ര 30 ദിവസവും നമ്മൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഒരു മാസം 30 ദിവസം വർക്ക് ചെയ്ത് ചിലപ്പോൾ 3 മാസം വീട്ടിലിരിക്കും. അപ്പോൾ പേഴ്സണൽ ലൈഫായിരിക്കും. അപ്പോൾ ഭാര്യ തന്നെ പറയും ഒന്ന് പോയിട്ട് പ്രൊഫഷണൽ ലൈഫ് ചെയ്തിട്ട് വാടോ മനുഷ്യ എന്ന് പറയും. അപ്പോൾ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ഹാൻഡിൽ ചെയ്ത് പോവുക എന്ന് പറയുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ബിസി ആയിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ വലിയ ബിസിയൊന്നും ആയിട്ടില്ല. നമ്മൾ ഇങ്ങനെ പോകുന്നു. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ സിനിമകളാകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കേരളത്തിലുണ്ടാവില്ല, ട്രിവാൻഡ്രത്തുണ്ടാവില്ല, എവേ ആയിരിക്കും. പക്ഷേ പിന്നെ വന്ന് നമ്മൾ കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പോൾ ഉള്ളപ്പോൾ നമ്മൾ മാക്സിമം പേഴ്സണൽ ലൈഫായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു പോകണ വഴിക്കുണ്ടെങ്കിൽ ആപ്പിളും വെളുത്തുള്ളിയും വാങ്ങിച്ചുകൊണ്ട് പോകണം വീട്ടിലേക്ക്. അതെ. അപ്പോൾ ഇന്ന് വീട്ടിലുള്ളപ്പോൾ രാവിലെ എൻ്റെ മോളുടെ കാര്യങ്ങൾ ഒക്കെ നോക്കി നമ്മൾ വീട്ടിലുള്ള ആളാണ്. നമ്മളിപ്പോൾ എനിക്ക് വേണമെങ്കിൽ പൂജപ്പുര മാർക്കറ്റിൽ പോയിട്ട് ചന്തയിൽ പോയി അമ്മച്ചി സുഖം തന്നെ കിലോ എത്ര അക്കീര എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച് ചെയ്യാനുള്ള. കാരണം ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി ഇമേജിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ജീവിച്ചിട്ടുമില്ല. നമ്മൾ ആൾക്കാർ കാണുമ്പോൾ നമ്മൾ അവരെ ഒരു സുഹൃത്തിനെ പോലെ നമ്മൾ സമീപിക്കുന്നു. നമ്മൾ അവരുടെ അടുത്ത് അതേപോലെ അല്ലാതെ നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ളൊരു ഷോ നമസ്കാരം അതുമില്ല. ആടാ സുഖനെ സുഖം എന്ന് പറഞ്ഞുള്ള ലൈഫിൽ നമ്മൾ ലീഡ് ചെയ്യുന്നു. അപ്പോൾ പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് എന്ന് രണ്ടായിട്ട് കണക്കാക്കാതെ നല്ലൊരു പേഴ്സണൽ ലൈഫ്, നല്ലൊരു കുടുംബമുണ്ടെങ്കിൽ, കുടുംബവും ഇൻപമുള്ളത് കുടുംബം, നല്ലൊരു കുടുംബമുണ്ടെങ്കിലേ നമ്മുടെ മനസ്സ് നന്നായിരിക്കുള്ളൂ, നമുക്ക് പ്രൊഫഷണലിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഈ പ്രൊഫഷനേ എന്ന് പറഞ്ഞ് എന്താ പറയണ കുടുംബം മറന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്കത് പറ്റില്ല. കാരണം എനിക്ക് നല്ലൊരു ആംബിയൻസ്, എൻ്റെ മൈൻഡ് നന്നായിരുന്നാലേ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ തിങ്ക് ഐ മാനേജ് ഇറ്റ് വെൽ. ഇപ്പോൾ ബിഗ് സ്ക്രീനിലായാലും മിനി സ്ക്രീനിലായാലും പുതിയ ഒത്തിരി ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. ഇവർ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയൊക്കെ ഇത്രയും ലൈവായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എത്രത്തോളം അവരുടെ സേഫ്റ്റി കൺസേൺ ചെയ്യുന്നുണ്ട്? എത്ര സേഫാണ് അവർ ഈ ഫീൽഡിൽ? വുമൺ സേഫ്റ്റി എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. വുമൺ സേഫ്റ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്. അത് സിനിമാ മേഖല മാത്രമല്ല. ഇന്നിപ്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇന്നിപ്പോൾ കാരവാൻ സിസ്റ്റം ഉണ്ട്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ത്രീകൾ, എസ്പെഷ്യലി ജൂനിയർ ആർട്ടിസ്റ്റിലായിട്ട് വരുന്ന സ്ത്രീകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ശരിയല്ല. കാരണം അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം, തുണി മാറാനുള്ള സൗകര്യം പോലും ചിലപ്പം നേരെ ചൊവ്വേ ഉണ്ടായിരിക്കണമെന്നില്ല. ഇന്നതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പം കാരവാൻ സിസ്റ്റം ഉണ്ട്, ഈ പറഞ്ഞ പോലെ ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പതുക്കെ മാറുള്ളൂ. കാരണം ഇതിനകത്ത് മെയിൻലി ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ മണി മാറ്റേഴ്സ്. ഇപ്പോൾ ഒരു 150 ജൂനിയർ ആർട്ടിസ്റ്റ് സ്ത്രീകളുള്ള ഒരു സീനിൽ 150 ബാത്റൂം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ. കാരണം മനസ്സിലായില്ല, ഇതുവരെല്ലാം ആഗ്രഹിച്ച് വരുന്നവരാണ് അഭിനയിക്കാനോ അല്ലെങ്കിൽ അന്നത്തെ വരുമാനത്തിനോ വേണ്ടിയിട്ട് വരുന്നതാണ്. അവർക്ക് അസോസിയേഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് മാത്രമല്ല, ക്യാരക്ടർ ആർട്ടിസ്റ്റിന് ചിലപ്പോൾ കാരവാൻ കിട്ടണം എന്നില്ല. പറഞ്ഞാൽ മനസ്സിലായി. ഇത് പല തലങ്ങൾ, സിനിമ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല തലങ്ങളുണ്ട്. ഈ തലങ്ങളെന്ന് പറയുന്നത് അവർ കഷ്ടപ്പെട്ട് ആർജിച്ചുണ്ടാക്കിയ പൊസിഷൻസാണ്. പറഞ്ഞാൽ മനസ്സിലായില്ല. ഇപ്പോൾ എനിക്ക് മമ്മൂക്കയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് വേറൊരാൾക്ക് കിട്ടുന്ന ഒരു ഇത് കിട്ടണം, ഫെസിലിറ്റി കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നതിന് മണ്ടത്തിനാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ. കാരണം എൻ്റെ മുഖം വെച്ചിട്ട് ഒരു വലിയ പോസ്റ്റർ അടിച്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു സിനിമ ഇറങ്ങിയാൽ ചിലപ്പം ഒരു 10 പേര് ഒരു സിനിമ കാണാനുണ്ടാവില്ല. ഫാമിലി ഓഡിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഞാനും എൻ്റെ ഫാമിലിയും.
അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ സ്ത്രീ സുരക്ഷ 100%, സ്ത്രീ സുരക്ഷ മാത്രമല്ല പുരുഷ സുരക്ഷയും വേണം. പുരുഷന്മാർ ബാത്റൂം ഒഴിക്കുമ്പോൾ ഞാൻ തന്നെ ഇപ്പം ചില സെറ്റിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലമില്ല. അവിടെ ബാത്റൂം ഇല്ലാത്ത ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പോയിട്ട് മറ്റേ വയലിൻ്റെ സൈഡിൽ പോയിട്ട് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും, ആരും കാണാതെ. ഇത് വല്ലവനും ഇന്നത്തെ കാലത്ത് വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾ മനസ്സിലായില്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വരേണ്ടതായിട്ടുള്ളൊരു മാറ്റമാണ്. ഈ മാറ്റങ്ങൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഇതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റി അങ്ങനെ ചില വ്യത്യാസങ്ങൾ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി ഒക്കെ വന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഒരു കമ്മിറ്റിയും ഇതിനെക്കുറിച്ചൊരു ചർച്ചയും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതും. പക്ഷേ ഇത് സിനിമാ മേഖലയിൽ മാത്രമാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. പിന്നെ ഓഫ് കോഴ്സ് സിനിമാ മേഖലയിൽ വന്നതുകൊണ്ട് നമ്മളിത് ഒഴിഞ്ഞു മാറണം എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. വി ഹാവ് ടു റിപ്ലൈ. ഇത് നമ്മൾ കാണണം, കണ്ണു തുറന്ന് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളിതൊക്കെ അറിഞ്ഞ് തന്നെ പോകണം. ഇപ്പോൾ സിനിമാ മേഖലയെക്കുറിച്ച് ജനങ്ങൾ ഇത്രത്തോളം സംസാരിക്കുന്നത്, ജനങ്ങൾ അത്രത്തോളം ആവേശത്തോടെയാണ് ഈ ആൾക്കാരെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി നിലനിർത്തേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരുത്തൻ ചുമ്മാ വെള്ളം അടിച്ചിട്ട് വഴി കിടക്കുന്നു, ഒരു സെലിബ്രിറ്റി വഴി കിടക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് കഥയാണ് വരുന്നത്. സർ ഈ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം, നല്ല കുറേ വാക്കുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വേർഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറേ വായിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. നന്നായിട്ട് വായിക്കും. വായന ഉണ്ട്, വായന ഇല്ല എന്ന് പറയുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട ഫിലോസഫിക്കൽ ബുക്സൊക്കെയാണ് എനിക്കിഷ്ടം. ഫിക്ഷൻസ് ഇഷ്ടമാണ്, പിന്നെ ബയോഗ്രഫീസ് ഇഷ്ടമാണ്, ഓട്ടോബയോഗ്രഫീസ് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ വായിക്കുന്നു എന്നുള്ള, നമ്മൾ വായനക്കാളും കൂടുതൽ നമ്മൾ കാണുന്നു. നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയാറില്ല, നിന്നെക്കാളും 5 ഓണം കൂടുതലുണ്ടാടാ ഞാൻ. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതായത് ഞാൻ നിന്നെക്കാളും 5 ഓണം കൂടുതൽ, ഞാൻ നിന്നെക്കാളും 5 വയസ്സിന് മൂത്തതാണ് എന്നതിനേക്കാൾ ഉപരി അത്രയും ലോകം കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, അത്രയും ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അത്രയും സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അത്രയും എക്സ്പീരിയൻസസ് എനിക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ എക്സ്പീരിയൻസ് ആണ് നോളജ്. അപ്പം ഞാൻ താങ്കളുമായിട്ട് പരിചയപ്പെട്ട് താങ്കളുമായിട്ട് സംസാരിക്കുമ്പോൾ താങ്കളിൽ നിന്നും എനിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ നോക്കും. അല്ല ഞാൻ പറയുന്നത്, നോളജ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എനിത്തിങ്. അതാണ് വായന കൊണ്ട് മാത്രം. ഇപ്പോൾ വായിച്ചു പഠിച്ചു എന്നുകൊണ്ട് മാത്രമൊന്നും ഭയങ്കര നോളജബിൾ ആണെന്നില്ല. 4ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ കമലഹാസൻ, അദ്ദേഹത്തിൻ്റെ നോളജ്, അദ്ദേഹത്തിന് ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നോളജ് അതേ എവിടെ നിന്ന് ആർജിച്ചേ? വായന കൊണ്ട് മാത്രം ഇത് കിട്ടണമെന്നില്ല. നമുക്കിന്ന് എന്തൊക്കെയുണ്ട്, കാഴ്ചകളുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, മൊബൈലിൽ തന്നെ എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ അറിയാം. അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. മാറ്റമില്ലാത്തവൻ മനുഷ്യനല്ല. മാറ്റം നമ്മൾ അപ്ഡേറ്റഡായി, അഭിനയത്തിലായാലും നമ്മൾ എഴുത്തിലായാലും നമ്മുടെ പെരുമാറ്റത്തിലായാലും. പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ പരിപാടിയെ നമുക്ക് അറിയില്ല. പണ്ടത്തെ കളിയാക്കൽ, പണ്ടത്തെ തടിയാടേ എന്നൊക്കെ, പണ്ടത്തെ ഇരട്ടപ്പേരുകളാണ്, തടിയാ മൊട്ടെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇന്ന് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. അത് മാറ്റമാണ്. നമ്മൾ മനസ്സിലാക്കിയ ആ മാറ്റത്തോടൊത്ത് നമ്മൾ പോകണം. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ പോലും ആ ഒരു ഇത് വരണമെന്ന് നമ്മൾ തന്നെ മനഃപൂർവ്വം മാറണം. മാറിയില്ലെങ്കിൽ നമ്മൾ പഴയ പോലെ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാർ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ ഈ ഒരു മാറ്റത്തിന്റെ വലിയൊരു ഘടകമാണ്. എങ്ങനെയാണ് സാർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ? പോസ്റ്റ് ഒക്കെ ഇടാറുണ്ടോ? എങ്ങനെയാണ്? ഞാൻ ആക്റ്റീവാണ് 100%. കാരണം നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക, നമുക്കിപ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ എൻ്റെ പേജിൽ കൂടെ എനിക്ക് ചെയ്താൽ മതി. എനിക്കിപ്പം എന്താ പേര്, മേഘയെ വിളിച്ചിട്ട് മേഘ എൻ്റെ ഒരു ഇൻ്റർവ്യൂ, കാരണം എൻ്റെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂ എന്ന് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണ്ട. എൻ്റെ പേജിൽ തന്നെ ഹലോ നമസ്കാരം ബാലാജിയാണേ, എൻ്റെ പുതിയ പടം ഒന്ന് റിലീസാവണം, എല്ലാവരും ഒന്ന് പോയി കാണണമെന്ന് എനിക്ക് പറയാം. അതൊരു വലിയ മാറ്റമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? പക്ഷേ അതിന് ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട്. കാരണം ഇത് പുറമേ സ്വന്തം മുഖമോ സ്വന്തം ഐഡൻറ്റിറ്റിയോ വെളിപ്പെടുത്താതെ അതിൻ്റെ താഴെ വന്നിരുന്ന് ചീഞ്ഞ കമൻസ് എഴുതി നിർവൃതി അടയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പിന്നെ ഒരാളിങ്ങനെ കയറി വരികയാണെന്ന് അറിയുമ്പോഴത്തേക്ക് അതിന് അയാളുടെ കമൻറ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം നെഗറ്റീവ് ഇടുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞു മനസ്സിലായില്ല? എൻ്റെ ഒരു ഇതിനകത്ത് ഒരാൾ മാത്രം, ബാക്കി എല്ലാവരും കൊള്ളാം എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം ഒരു നെഗറ്റീവ് ഇടാണ്. എന്താ കളഞ്ഞിട്ട് പോടാ. നെഗറ്റീവ് റെസ്പോൺസ് വരുമ്പോൾ സാർ പ്രതികരിക്കാറുണ്ടോ? ഞാൻ അത് ജസ്റ്റ് തള്ളിക്കളയുക, ഇഗ്നോറാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ ജെന്യൂനായിട്ടുള്ള, ഇപ്പം ഞാൻ ഇന്നലെ മെനിഞ്ഞാന്ന് ഫേസ്ബുക്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം സീരിയലാണ്, മൗനരാഗം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു സാധനം ഞാൻ ഇട്ടു. കാരണം ആ സീൻ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സീനാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് എങ്ങനെയാണെന്നുള്ളത്, അപ്പം സാധാരണ സീരിയലിൽ പ്രോംപ്റ്റ് ചെയ്ത് അവൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊന്നുമില്ല. ഞാൻ പ്രോംപ്റ്റിങ് എടുക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചുമ്മാ ആ സീൻ ഷൂട്ട് ചെയ്ത് ആരോ ഒരാൾ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാനത് ഇട്ടു.
അതെ കണ്ടില്ല. കല്യാണം നേരത്തെ എറിയുന്ന ഒരു സാധനം. അപ്പോൾ ആ സമയത്ത് ആ ഡയലോഗ് പോലും ഇല്ല, ശരിക്കും ആ സ്ക്രിപ്റ്റിൽ ഡയലോഗ് ഇല്ല. ഇയാൾ മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നു, കല്യാണം നടക്കുന്നില്ല, ഇയാൾ ദേഷ്യത്തിൽ ഇൻസൾട്ടഡ് ആവുന്നു, ഇറങ്ങിപ്പോകുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഡയറക്ടറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, പെർമിഷൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ പറയുവേ എന്ന് പറഞ്ഞു. അപ്പോൾ 5-6 വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടും പുള്ളിക്ക് നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടും നമ്മൾ സീരിയലിൻ്റെ കഥയെ ബാധിക്കാതെ ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ഡയലോഗ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാമെന്ന് അയാൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം സമ്മതിച്ചത്. അങ്ങനെ ആ സമയത്ത് എനിക്ക് ആ പ്രകാശൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ വേണം ഇവിടെ. ആ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞു. കാരണം അയാളുടെ ന്യായങ്ങളുണ്ടെന്നുള്ള സാധനമൊക്കെ പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് ഇയാൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകുന്നൊരു സാധനമാണ്. അപ്പോൾ ആരോ ഒരാൾ മൊബൈലിൽ അത് ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ഇട്ടു. അപ്പോൾ പലവരും ഇന്നലെ കണ്ട ആൾക്കാർ പറഞ്ഞു എന്തോ പറ്റി, എന്തോ ഒരു ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കാരണം അത്രയും ലൈവായിട്ട് തോന്നി അവർക്ക്. എന്തോ സംഭവം ഇയാളുടെ അടുത്ത് എറിഞ്ഞിട്ട് പോകുന്നു, എന്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ചിലവർ പറയുന്നു വെള്ളം അടിച്ചിട്ട് എന്തൊക്കെ കാണിക്കുന്നു. അങ്ങനെ ചിലവർക്ക് മനസ്സിലായി ഷൂട്ടിംഗ് ആണെന്ന്, ചിലർ സീരിയലേ കാണാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പല ടൈപ്പ് കമൻറ്റ്സ് വരും, പറഞ്ഞാൽ മനസ്സിലായില്ല. അതിനകത്ത് കുറേ നെഗറ്റീവ്സ് വരും, കുറേ ഇത് വരും, പിന്നെ കുറേ പോസിറ്റീവായിട്ട് ഭയങ്കര ആക്ടറാണ്, നിങ്ങൾ മലയാള സിനിമയിൽ ഉപയോഗിക്കേണ്ട നടനാണ്, എന്തുകൊണ്ട് ഇയാൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ കുറേ കമൻറ്റ്സ് ഉണ്ട്. ആ കമൻറ്റ്സ് എടുത്ത് വായിച്ചറിയാം. അതിനകത്ത് ഒരാൾ ഇട്ട ഒരു കമൻറ്റ് നെഗറ്റീവാണ്, പക്ഷേ അത് ഞാനൊന്ന് ശ്രദ്ധിച്ചു. അയാൾ പറഞ്ഞു ബാലാജി ശർമ്മ എന്ന നടൻ ഒരു സീരിയൽ മൗനരാഗത്തിലെ ഒരു സീൻ കാണിച്ച് നമ്മളെ ബോധിപ്പിക്കേണ്ടതില്ല നിങ്ങൾ എത്ര നല്ല ആക്ടറാണ്. യു ആർ ഓൾറെഡി ഇൻ അവർ മൈൻഡ്സ്, നിങ്ങൾ ഇതിനേക്കാളും വലിയൊരു ആക്ടർ ആണെന്നുള്ള. അപ്പോൾ അത് നമ്മൾ നോക്കിയപ്പോൾ അപ്പം ആൾക്കാർ പല രീതിയിലാണ്. അപ്പം നമ്മളിത് ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പേജ് ഒന്ന് ആക്റ്റീവായിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിനാണ് ഭയങ്കര, ഇപ്പോൾ തന്നെ എനിക്കൊന്ന് 2 ലക്ഷം ഇന്നലെ ഇട്ടതാണ്, 2 ലക്ഷം വ്യൂസ് കഴിഞ്ഞു അത്. അപ്പോൾ അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പണ്ട് അത്ര സജീവമല്ലായിരുന്നു. പിന്നീട് എനിക്കൊരു തിരിച്ചറിവുണ്ടായി. കാരണം ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഒക്കെ ഇതിന് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇത് കാണുന്ന. ഇപ്പോൾ നമ്മളിതിപ്പോൾ യൂട്യൂബ് ചാനലല്ലേ, ഇപ്പോൾ TV ചാനലിൽ ഇൻ്റർവ്യൂ ആരും കാണുന്നില്ല. ചിലപ്പോൾ ഇത് കാണുന്നില്ല, ഇരുന്ന് കുത്തിയിരുന്ന് കയ്യിലിരിക്കുന്നു, മനസ്സിലായില്ലേ, അവൻ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഇറ്റ്സ് ഇൻ യുവർ പാംസ്. അപ്പോൾ നമുക്ക് യു ക്യാൻ ജസ്റ്റ് അത്രത്തോളം മാറി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാതിരിക്കുക എന്ന് പറയുന്ന ഒരു ഗമയല്ല, ഇറ്റ്സ് എ മണ്ടത്തനം. ഞാൻ ആക്റ്റീവാണ്, എന്നാലാവുന്ന രീതിയിൽ. ഞാൻ ഇൻസ്റ്റയിൽ ആക്റ്റീവേ അല്ലായിരുന്നു, കാരണം എനിക്ക് അതിൻ്റെ പരിപാടി അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ ചെറിയ 2-3 റീൽസൊക്കെ ഇട്ട് ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലായിട്ട് ഒരു സമയത്ത് പോയിക്കൊണ്ടിരുന്നു. നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ആ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. മമ്മൂക്കയൊക്കെ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ. പുള്ളിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളുണ്ടോ? അപ്പോൾ എന്താണ്, പുള്ളി അപ്ഡേറ്റഡ് ആണ്, അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. പണ്ടത്തെ മമ്മൂക്കയുടെ ആക്ടിങ് പാറ്റേണും ഇന്നത്തെ ആക്ടിങ് പാറ്റേണും കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ജഗദീഷ് ഏട്ടൻ ഈസ് യൂസിങ് ഹിസ് ബ്രെയിൻ ആക്ച്വലി. ഞാൻ എപ്പോഴും ജഗദീഷ് ഏട്ടനെ കാണുമ്പോൾ പറയും, ജഗദീഷ് ഏട്ടൻ ആ ഇപ്പോഴത്തെ ട്രെൻഡ് മനസ്സിലായി, ആക്ടിങ്ങിൽ ആ വ്യത്യാസം വരുത്തണം. നമ്മൾ ഇപ്പോൾ കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാണോ നമ്മൾ പിന്നെ റിയലിസ്റ്റിക് സിനിമയിൽ അഭിനയിക്കുന്നത്? അഭിനയത്തിൻ്റെ രീതി വേറെയാണ്. ഒരു ആർട്ട് പടം എന്നുള്ള രീതിയിൽ പണ്ട് അടൂർ സാർ ചെയ്തുകൊണ്ടിരുന്ന പടത്തിൻ്റെ അഭിനയത്തിൻ്റെ രീതി ഭയങ്കര സ്ലോനെസ് ഉണ്ടായിരുന്നു. വി ഹാവ് ടു ഗോ വിത്ത് ദി ആ സിനിമയ്ക്ക് എന്താണോ അത് അനുസരിച്ച് വേണം നമ്മൾ പോകാൻ. ഇപ്പോൾ യൂട്യൂബ് ഷോർട്സിൽ അഭിനയിക്കുന്ന പോലെ സിനിമയിൽ പോയി അഭിനയിച്ച് ശരിയാവും. സീരിയലിൽ കൊടുക്കുന്ന റിയാക്ഷൻസ് കൊണ്ട് സിനിമ കൊടുത്താൽ ശരിയാവും. നാടകത്തിൽ അഭിനയിക്കുന്ന രീതിയിൽ നമ്മൾ സിനിമയിൽ അഭിനയിച്ചാൽ ശരിയാവും. സിനിമകളിൽ തന്നെ ഇപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഇപ്പം നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് വളരെ ഫ്ലാറ്റായിട്ട് പറഞ്ഞ ആ സിനിമയിൽ ആ ഡയലോഗിന് പഞ്ചുപോലും നഷ്ടപ്പെടും. മോഡുലേറ്റ് ചെയ്ത് പറയേണ്ട ഡയലോഗ് മോഡുലേറ്റ് ചെയ്ത് തന്നെ പറയണം. കമേഴ്ഷ്യൽ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇച്ചിരി നാടകീയവും സിനിമാറ്റിക് ബിഗ്, അപ്പോൾ ആ ഡയലോഗിനൊക്കെ വേറൊരു പരിപാടിയായിരിക്കും. അപ്പോൾ അത് പറയേണ്ട ഒരു രീതിയുണ്ട്. അതേസമയം നാച്ചുറൽ, ഇപ്പം എന്നാ താൻ കേസ് കൂടെ പോലത്തെ ഒരു സിനിമയിൽ പോയിട്ട് നമ്മൾ കുറച്ചെങ്കിലും അൺനാച്ചുറലായി പോയി. കാരണം അവിടെ ഭയങ്കര നാച്ചുറലായിരിക്കണം, സംസാരത്തിന് ക്ലാരിറ്റി പോലും വേണമെന്നില്ല. മാറ്റം എന്ന് പറഞ്ഞാൽ